ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ ദൈവമക്കളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ഒന്ന് ആത്മപരിശോധന ചെയ്യുകയും ധ്യാനിക്കുകയും ചെയ്യാം. അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം തിരുവചനം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യേശുനാഥനിൽ നിറഞ്ഞു നിന്നുകൊണ്ട് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്ന്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമുക്കൊരു നിമിഷം നമ്മിലേക്കൊന്ന് നോക്കാം. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി എൻ്റെ ജീവിതത്തിൽ ഇന്ന് എനിക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ടോ? എന്താണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി? ഈ ലോകത്തിൻ്റെതായിട്ടുള്ള സകലതിനെയും അതിജീവിക്കുവാനായിട്ടുള്ള കൃപ. അതാണ് പരിശുദ്ധാത്മാവിൽ നിന്ന് ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ശക്തി. ഈ ലോകത്തിന്റെ പലതിനെയും ഉപേക്ഷിക്കുവാനായിട്ടുള്ള ശക്തി, മറ്റുള്ളവരെ ഒന്ന് സ്നേഹിക്കുവാനായിട്ടുള്ള ശക്തി, തന്നെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാനായിട്ടുള്ള ശക്തി, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനായിട്ടുള്ള ശക്തി, ഇതിന്ന് നമ്മുടെ ജീവിതത്തിലുണ്ടോ? മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞു നടക്കുന്ന നാം ഓരോരുത്തരും അവരെക്കുറിച്ച് നന്മ പറയുവാനായിട്ടുള്ള ശക്തി ഇന്ന് നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഈ മേഖലകളിലൊന്നും എനിക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ദൈവത്തിനു മുമ്പിൽ കരമുയർത്തേണ്ടിയിരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ മാത്രമേ ആ പരിശുദ്ധാത്മാവിന്റെ ഫലം തന്നെയാകുന്ന സ്നേഹം മറ്റൊരിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു വ്യക്തിയെ ഞാൻ സ്നേഹിക്കണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. എനിക്ക് ധാരാളം സമ്പത്തുണ്ടോ എന്ന് വിചാരിക്കുക. ആ സമ്പത്ത് ഞാൻ മറ്റുള്ളവർക്കൊന്ന് പങ്കുവെച്ചു കൊടുക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നിലുണ്ടെങ്കിൽ മാത്രമേ എനിക്കത് പങ്കുവെച്ചു കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും ഇല്ല എങ്കിൽ സമ്പത്തിന്റെ മേഖല നാം ഓരോരുത്തരും ഇഷ്ടം പോലെ വലിച്ചു വാരി കൂട്ടുന്ന വ്യക്തികളായി മാറ്റപ്പെടും. എന്നാൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നവനായി മാറ്റപ്പെടും, സ്നേഹം കൊടുക്കുന്നവനായി മാറ്റപ്പെടും, മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കുന്നവനായി മാറ്റപ്പെടും, മറ്റുള്ളവരെ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കൂട്ടിയോജിപ്പിക്കുന്ന വ്യക്തികളായി മാറ്റപ്പെടും. ആയതിനാൽ പ്രിയ സഹോദരങ്ങളെ, അനുദിന ജീവിതത്തിൽ നാം ഓരോരുത്തരും ആത്മപരിശോധന ചെയ്യണം. പരിശുദ്ധാത്മാവിന്റെ ശക്തി ദൈവമായ കർത്താവ് നമുക്ക് വാഗ്ദാനം നൽകുകയും അതോടൊപ്പം കൂദാശകളിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തിയ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് അനുസൃതമായ ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിയാണോ ഞാൻ? ഒരുപക്ഷെ ഇഷ്ടംപോലെ സമയം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസംഗിക്കാൻ ഒരു വ്യക്തിക്ക് സാധിച്ചെന്നിരിക്കും. പക്ഷെ ഈ പ്രസംഗിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ, ദൈവവചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ, ദൈവവചനം ജീവിതത്തിലേക്ക് ഒരു അനുഭവമാക്കി മാറ്റണമെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യമാണ്. ഇന്ന് തിരുസഭയിലെ മക്കളായി മാറ്റപ്പെട്ട ഓരോ വ്യക്തികളും ഒന്ന് ആത്മപരിശോധന ചെയ്യട്ടെ. അതോടൊപ്പം തന്നെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ മക്കളും ഒന്ന് ആത്മപരിശോധന ചെയ്യട്ടെ. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നിൽ എത്രമാത്രമുണ്ട് എന്ന്. നമുക്കൊരു നിമിഷം നമുക്ക് തമ്പുരാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ തമ്പുരാന്റെ ശക്തി നമ്മളിലേക്ക് ഒന്ന് ഒഴുകിയെത്തുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് നയിക്കണമേ. അവിടുത്തെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. മറ്റുള്ളവരെ സ്നേഹിക്കുവാനും അംഗീകരിക്കുവാനും എളിമപ്പെടുവാനും നന്മ പറയുവാനും നന്മ പ്രവർത്തിക്കുവാനുമായിട്ടുള്ള ശക്തി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.